ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ മാങ്കോസ്റ്റിൻ നോക്കാൻ വേണ്ടി പോവുകയാണ്. അറിയില്ല എന്തുവായെന്ന്. എല്ലായിടവും പാമ്പും ഇതൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വാറും ഇതൊക്കെ വെച്ച് അടിച്ചടിച്ച് പോവുകയാണ്. എല്ലായിടവും കാടാണ്. എന്നും മഴയാണ് ഞങ്ങളുടെ ജില്ലയിൽ. ഒന്നും ആയിട്ടില്ല അമ്മ, പച്ചയായിട്ട് കിടക്കുന്നേ ഉള്ളൂ. കാണാം. അങ്ങ് മേളിലൊക്കെ ഉണ്ട് കുറേ. കണ്ടോ? വലിയതായി പ്രാവശ്യം. ഞാനെപ്പോഴും വഴിയാണ് വൃത്തിയാക്കുന്നത്. വഴി വൃത്തിയാക്കുമ്പോൾ ഇവിടെ ഓരോന്നൊക്കെ പറയും. ഇപ്പം വഴിയും വേണ്ട, ഒന്നും വേണ്ട ആർക്കും. അടിച്ചടിച്ച് പോവുകയാണ്. ഷൂ ഇടേണ്ടിയായിരുന്നു. നമ്മുടെ റംബുത്താൻ കണ്ടോ? ഇത് റെഡ് കളർ റംബുത്താൻ. ഇതിങ്ങനെ അമ്മ ഇങ്ങനെ അടിച്ചടിച്ച് മാറ്റിയാൽ മതി. കണ്ടോ തെളി. പശുക്കളുള്ളവർക്ക് പോലും ഇത് വേണ്ട ഇപ്പം. മീനിടെ കുളമാക്കിയതൊക്കെ മരുന്നടിച്ചായിരുന്നു, അതൊക്കെ കരിഞ്ഞ്. വെള്ളം ഒട്ടും ഇല്ല അല്ലേ? ഇവിടൊക്കെ നിറയെ ഉപ്പുണ്ട്. ഇല്ല, ഈ ഭാഗത്തുണ്ട്. കണ്ടോ മാങ്കോസ്റ്റിൻ നിൽക്കുന്ന കണ്ടോ? ഇതാ നിൽക്കുന്നു ഇവിടെ. പക്ഷെ ഇച്ചിരി കൂടി ഇങ്ങോട്ടായിരുന്നേ നല്ലായിരുന്നേ മരം. ഇത് അപ്പുറത്തുകാരുടെ സ്ഥലമാണ്. അപ്പം നമ്മൾ അതിൻ്റെ അടുത്താണ് ഇത് നിൽക്കുന്നത്. എടുത്തതാ ഈ പ്രാവശ്യം. ഉണ്ട്, നിറയെ ഉണ്ട്. നമുക്ക് കാണാത്തതാ, നിറയെ ഉണ്ട്. ഇതാണ് മാങ്കോസ്റ്റിൻ. ഇതിനെയും ചുവക്കണം. ഇത് പച്ചയായതേ ഉള്ളൂ. ചുവപ്പല്ല, ഒരു ഡാർക്ക് ബ്രൗൺ കളർ പോലെ. ഉണ്ടോ ഇതിൻ്റെ ശിഖിരങ്ങൾ കണ്ടോ? നമുക്ക് ഇതിൽ ഇങ്ങനെ ചവിട്ടി ചവിട്ടി കയറാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ശിഖിരങ്ങൾ. അതാ പറഞ്ഞു, ഇവരുടെ ഇവിടെ ഇങ്ങനെ നടന്ന് പോകാനുള്ള ഇതൊക്കെ ഉണ്ടല്ലേ. ഉണ്ട്, അപ്പുറത്തെ അയ്യം കണ്ടോ? എവിടെ? നടക്കുന്നവിടെ ആദ്യമേ അടിക്കണം. അമ്മ അടിക്കുന്ന കണ്ടോ? അവിടാണ് അമ്മേൻ്റെ അറയിലടിക്ക്. അയ്യോ, ഇതുവഴി നടക്കാൻ പാടാം. നല്ല ഭംഗിയുണ്ട് ഇപ്പം അവരുടെ സ്ഥലം കാണാൻ അല്ലേ?
ഇല്ല, അവരുടെ തെങ്ങയിൽ എത്ര തേങ്ങ നിൽക്കുന്നത്, അതും വലിയതാ. കണ്ടില്ലേ? ഒഴിഞ്ഞോ? മണ്ടരി ഒന്നോ? അച്ചാച്ചനും വരുന്നുണ്ട് പതുക്കെ ഇറങ്ങി. കണ്ടോ, ഇവിടുത്തെ നമ്മൾ ആരും ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല. അപ്പം കാട്. കുളത്തിൽ നമുക്ക് താമരയുടെ ഇടാമേ. കുളമൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതിലിനി മീനെ ഇടാൻ വേണ്ടിയാണ്. വെള്ളം ഒത്തിരി എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം വെള്ളം എത്രയുണ്ടോ. ഇത്ര വെള്ളമുണ്ട്, ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ കനാലൊക്കെ തുറന്ന് വിടുമ്പോൾ ഇഷ്ടംപോലെ വെള്ളം കാണും. നമ്മുടെ മാംഗോസ്റ്റിൻ്റെ വേറൊരു മരം, അതത്രയായി. ഇതെന്താ വൃത്തിയാക്കാത്ത? ഇവിടൊക്കെ മരുന്നടിച്ച് ഉണക്കിയതാ. ഇതിന് അച്ചാച്ചൻ തീ ഇട്ടില്ലല്ലോ. അപ്പുറത്തുകാരുടെ കപ്പ. ഈ തെങ്ങയിൽ ഒത്തിരി തേങ്ങയുണ്ട്, നല്ല വലിപ്പമുള്ള തേങ്ങ. കണ്ടോ? എന്തൊക്കെയോ ജന്തുക്കൾ അലയ്ക്കുന്നുണ്ടമ്മേ. ഞാൻ പോവാ. പയറുണ്ടോ? അച്ചാച്ചനെ വഴി വൃത്തിയാക്കുക. കണ്ടോ? അച്ചാച്ചന് ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായിരുന്നു, ചെറുതായിട്ട് കുറവായതേ ഉള്ളൂ. ഇത് പോകത്തൊന്നുമില്ല. പിന്നെ അത് ഇതാക്കണം. അതിലെല്ലാം കാട് കയറി. ഈ റംബുത്താനെല്ലാം കാട് കണ്ട വള്ളി. ഈ വഴി ഇവിടെ അവൻ അടിക്കേണ്ടിയായിരുന്നു. ഈ വഴിയിലെ വാഴ അങ്ങ് വെട്ടിക്കളയണം. ഇതെന്തോ ഗുണമുള്ളതാണോ? എന്തോ വഴി അച്ചാച്ചൊക്കെ ഇത്രയും വൃത്തിയാക്കി. അമ്മ റംബുത്താൻ കണ്ട ചുവന്നതേ ഇവിടെ. കണ്ടോ? അങ്ങനെ റംബുത്താൻ ചെറുതൊക്കെ ചുവന്ന് വയ്ക്കുന്നു. അങ്ങനെ നമ്മുടെ കൃഷിയും ചെടികളും ഒക്കെ ഇഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലല്ലോ കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യണേ.